ഇന്നലെ ഇപ്പോൾ ഒരു മീറ്റിംഗ് എന്നൊരു സമവായ പറഞ്ഞിട്ടൊരു മീറ്റിംഗ് നടന്നത്. ഇന്നലെ ഇപ്പം എന്താ ഉണ്ടായത്? സത്യത്തിൽ ആ മീറ്റിങ്ങിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചോ? എന്താ ഇന്നലെ ഇപ്പോൾ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്താ ഒരു സമവായ ചർച്ച നടന്നിട്ട്? ഇന്നലെ നമുക്ക് ഉസ്താദ്മാരിൽ നിന്ന് അറിയാൻ സാധിച്ചത്, നമുക്ക് പൊതുവെ നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്, ഇന്നലത്തെ ഒരു മീറ്റിംഗ് അത് ഇന്നലെ പ്രത്യേകിച്ച് വിളിച്ചൊരു മീറ്റിംഗ് അല്ല, മാസങ്ങൾക്ക് മുമ്പ് തന്നെ സമസ്തയുടെ സാധാരണ പോലെ സമസ്തയുടെ ഉസ്താദ്മാരും പാണക്കാട് സൈദന്മാരും അതുപോലെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉൾപ്പെടുന്ന ചർച്ച ഇടക്കിടക്ക് ആൾക്കാരുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു മീറ്റിംഗ് മുൻകൂട്ടി തീരുമാനിച്ചാണ്. പിന്നെ അത് സാധിക്കല് ഞങ്ങൾക്ക് ചില വിദേശ യാത്ര ഉണ്ടായതുകൊണ്ട്, അതുപോലെ തങ്ങൾക്കും തന്നെ ഞങ്ങൾക്കും തന്നെ ചില വിദേശ യാത്രകൾ ഉണ്ടായതുകൊണ്ട് അതങ്ങനെയാണ് നീണ്ടുപോയതാണ്. പത്രമാധ്യമങ്ങൾ ഹൈലൈറ്റ് ആക്കി അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊരു അവർക്കുള്ളൊരു കത്തിക്കാൻ വേണ്ടിയും എനിക്കൊന്ന് മനസ്സിലാണെന്ന് എന്താ വെച്ചാൽ നമ്മളെ വിമത അല്ലെങ്കിൽ അങ്ങനെ ഈ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ടീം അവരിപ്പോ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മ്ലാനത ഓൽക്കുണ്ട്. അത് മറക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവസ്ഥയുടെ ഭാഗത്തു നിന്നല്ല അച്ചടക്ക നടപടിയും അതിന് വരുന്നോ അത് തടയിടാൻ വേണ്ടി പാണക്കാട് തങ്ങളെയും പോലൊക്കെ സമ്മർദ്ദപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളൊന്നല്ല നമ്മളതിന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്നുള്ള പാണക്കാട് മനസ്സിലാമാരെ അതുപോലെ സംസ്ഥയുടെ പ്രിയപ്പെട്ട ഉസ്താദ്മാരൊക്കെ ഒന്ന് സമ്മർദ്ദത്തിലാക്കി ഞങ്ങൾക്ക് നേരെ വരുന്ന നടപടികളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവായി ചർച്ച ചെയ്യപ്പെടുന്നുള്ള ഉറപ്പാണ്. കാരണം വിഷാവർ വിഭാഗത്തിൽ രണ്ട് വിഭാഗം കത്ത് രണ്ട് ഭാഗത്തുള്ള ആളുകളും കത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചർച്ചയ്ക്ക് വരും. ചർച്ചയ്ക്ക് ഇട്ടാൽ തങ്ങൾക്ക് എതിരായിട്ട് വല്ലതും സാമാർ ഭാഗത്ത് നടപടി ഉണ്ടാവുമോ എന്ന് കൊണ്ട് അത് അതിന് അല്ല. ഇപ്പൊ ഇതിലൊരു വിഷയം കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഈ ചർച്ചക്ക് മുമ്പ് ഈ വിഭാഗം ആളുകൾ നമ്മളെ ജിഫ്രി തങ്ങളെ ദാറുൽ ഹുദയിൽ വന്ന് കണ്ടുന്നു. അങ്ങനെ തങ്ങളോട് ചില ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് നിൽക്കുക. അതായത് ഇപ്പൊ നിലവിൽ ലീഗുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ലീഗിന്റെ വിഷയം അല്ലെങ്കിലും കൂടിയിട്ട് കാലങ്ങളായി സമസ്തയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ലീഗിന്റെ സെക്രട്ടറി പി സലാമ ഇടയ്ക്കിടയ്ക്ക് വഹാബിസം പറയുന്നു ലീഗ് വേദിയിൽ. അതുപോലെ സംസ്ഥയുടെ അലിമീങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ പറയുന്നു. അപ്പൊ അതിനെതിരെ ഒരു വിഷയം നമുക്കിടയിലുണ്ട്. അതിപ്പോ ലീഗ് സമസ്ത എന്നുള്ളതല്ല, അത് വഹാബിസം ബന്ധം ആ നിലക്കാണ്. സമസ്തയുടെ ആദർശത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളതാണ് സമസ്തന്റെ അനുയായികളൊക്കെ നേതാക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ള ആദർശം പ്രസംഗമൊക്കെ. പക്ഷെ അവിടെ വേറെന്തൊക്കെ ഒരു വിഷയം ഈ സലാമുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ലീഗിൽ ചില നടപടികൾ സലാമിനെതിരെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ സലാമിനെ മാറ്റുമെന്നുള്ളൊരു വാർത്ത നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം തങ്ങളെ മുന്നിൽ അവർ അവതരിപ്പിച്ചത് തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സമസ്തക്കെതിരെ സലാം എടുക്കുന്ന നിലപാടിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ലീഗ് ഇങ്ങനെ നിലപാട് എടുക്കണമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഉമർ ഫൈസി നേരത്തെ ആരോപിക്കുന്ന ഈ നളന്ദ ടീം ആരോപിക്കുന്ന കാര്യം എന്താ വെച്ചാല്, ഉമർ ഫൈസി തങ്ങൾക്കെതിരെ പറഞ്ഞു. അതായത് ആദ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് ആ നിലക്ക് ചിത്രീകരിക്കപ്പെട്ടു. പക്ഷെ അവരിത് ഏറ്റുപിടിച്ചിട്ട് ഉമർ ഫൈസിനെ ഒഴിവാക്കണം, അപ്പൊ ഇവര് സലാമിനെ ഒഴിവാക്കുമ്പോ ഉമർ ഫൈസിനെ ഒഴിവാക്കണം എന്നൊരു സമ്മർദ്ദം തങ്ങളുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് ഇന്നലെ നടന്ന ചർച്ചയ്ക്ക് മുമ്പ് നടന്നിട്ടുണ്ടെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സംഭവം ചീറ്റിപ്പോയി. അതാണ് അവരുടെ പ്ലാന് സംഗതി പൊളിഞ്ഞു പോയി. കാരണം നമ്മുടെ ഉസ്താദ്മാര് ഈ ചർച്ച എങ്ങനെ പാണക്കാട് സാധാധികളെ നിങ്ങൾക്ക് ഈ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്, മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച ചർച്ച നടക്കാനുണ്ട്. നടന്നപ്പോൾ തന്നെ നമ്മുടെ ഉസ്താദ്മാർ കൂട്ടത്തിലേക്ക് നമ്മളെയും വിളിപ്പിക്കും എന്ന് രണ്ട് വിഭാഗത്തെയും വിളിപ്പിക്കുമെന്ന് ഒരു ന്യൂസ് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉസ്താദ്മാര് നേരിട്ട് നമ്മുടെ നേതാക്കന്മാരെ കാണുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ പറയുകയും ഉസ്താദ്മാർ എന്ത് തീരുമാനം എടുത്താലും അതിന്റെ കൂടെ ഞങ്ങൾ 100% ഉണ്ടാകുമെന്ന്, അത് എന്ത് തീരുമാനം എടുത്താലും അതിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണില്ല. പിന്നെ അതോടൊപ്പം ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കാൻ അത് ആ നിലക്കല്ല ചിത്രീകരിച്ചത്. സത്യത്തിൽ അതൊരു ന്യായമാണ്. കാരണം ഇപ്പൊ അതിന്റെ മുന്നേ 2 ദിവസം മുമ്പ് നമ്മൾ അമീദ് പൈസ തന്നെ ഈ വിഷയത്തിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ പരാതിക്കാരാണ് ഈ പറയുന്ന നാളുടെ ടീം. അവർക്കാണ് പരാതിയുള്ളത്. അപ്പൊ അവരാണ് പോകേണ്ടത്. മറ്റുള്ളവരെ വിളിച്ചു പരാതി മാത്രമല്ല, അവര് ആണ് സമസ്തക്കെതിരെ പ്രവർത്തിച്ചത്. അവരാണ് സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്നത് കാരണം വെച്ചാൽ അത് നന്നായ ഭാഗമാണ്, വ്യക്തമാണത്. പുതിയൊരു സമസ്തക്ക് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി പുതിയൊരു
സംഘടന രൂപീകരിക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും അതിൽ വാർത്താ സമ്മേളനം ഇവിടെ തടയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഒരാൾ നേരെ ഗൾഫിൽ പോയി ജബ്ബാറാജിന്റെ ഗൾഫിൽ പോയിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തി വലിയ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് സമസ്തയുടെ നേതാക്കന്മാരെ വെച്ചാക്കാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പൊ അതിൽ നിന്നൊക്കെ തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും മീറ്റിംഗ് വെച്ച് കിട്ടണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അതിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് ആദ്യം ചെയ്ത് ഞങ്ങളെടുത്ത് പോയത്. പിന്നീട് തലേന്ന് രാവിലെ തന്നെ സാധിക്കലങ്ങളെ കണ്ട് മീറ്റിങ്ങിൽ ശക്തമായി മറ്റു മറുവിഭാഗത്തെ പങ്കെടുപ്പിക്കണം, സമസ്തന്റെ ആളുകളെ പങ്കെടുപ്പിക്കണമെന്ന് ബലമായി തങ്ങളോട് സമ്മർദ്ദത്തിലാക്കുകയും അതിനെ തുടർന്നാണ് തങ്ങൾ പറഞ്ഞത് വരാത്ത ആളുകൾക്ക് അച്ചടക്കമാകും അവിടെ വരുന്നവർക്ക് തങ്ങൾ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു ആത്മീയ നമ്മളെ നേതാവാണെന്ന് കൂടി തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് സ്വാദിഖലി തങ്ങൾ അത് ഒരു സംഘടനാ നിലപാടിനെതിരാണെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇതുണ്ട് അവിടെ. അതായത് തങ്ങളെ മുഷാവറയോ അല്ലെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട ജിഫ്രി തങ്ങളോ എല്ലാ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആ വിഷയത്തിൽ. സംഘടനാ നിലപാടിൽ ഇപ്പോൾ ലീഗിന്റെ ആണെങ്കിലും തങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ബാക്കി. പക്ഷേ ഈ ഇന്നലത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വരാത്ത ആളുകളെ പറ്റി അവർ കർശന നിലപാട് എടുക്കും എന്നുള്ളത് ഒരു എത്രത്തോളം ഒരു ഇതായിട്ട് തോന്നുന്നു അല്ലേ, ഒരു വിഷയമുണ്ട്. അല്ല അതും തീർത്തും അവരിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ പറഞ്ഞു പരാതിക്കാരാണ് ഓൽക്കാനുള്ള അവരാ വരേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് നടപടി വരിക. അപ്പൊ ആ നടപടി ഒഴിവാക്കൽ അവരെ ആവശ്യമാണ്. അപ്പൊ അവരത് ഇനി വിളിച്ചിട്ടില്ലെങ്കിൽ അവർ വിളി കേട്ടിട്ട് എവിടെ വിട്ടുന്നെങ്കിലും വിളിച്ചാൽ വിളി കേട്ട് ആള് വരും. കാരണം അത്രത്തോളം ഒരു ജനമധ്യത്തിൽ അവര് ആ ഒരു രൂപത്തിൽ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. അപ്പോ അങ്ങനെ സമസ്തക്കെതിരായിട്ട് സമാന്തരം ഉണ്ടാക്കി എന്നുള്ളൊരു ഇതുവരെ വന്ന് അപ്പം അതൊരു സംഘടനമായിട്ടൊരു അച്ചടക്കാണ്. സംഘടനയുടെ ഓരോ ഘടകത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളാണ് അവരൊക്കെ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകാറുമ്പോൾ അത് ഒരിക്കലും മുഷാവറ വെച്ച് ഉറപ്പിക്കൂല എന്ന് അവർക്കറിയാം. അപ്പൊ അത് മുഷാവറ യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് നിർബന്ധിച്ച് അവര് വരാനും ഉസ്താദുമാരെ അവരേക്ക് ക്ഷണിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കാനും കാരണം ഇതാണ്. ഇങ്ങനെ ഒരു ലക്ഷ്യം അവരുടെ മുമ്പിലാണല്ലോ. ആ ലക്ഷ്യം നേരത്തെ അറിയുന്ന ഉസ്താദുമാര് അവരുടെ ഭാഗം നേതാക്കന്മാർ അറിയിക്കുകയും ഉചിതമായ തീരുമാനം എടുക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്നില്ല, ഔദ്യോഗിക ഭാഗത്തുനിന്ന് നടന്ന് ഇപ്പൊ അച്ചടക്ക ലംഘനങ്ങളൊന്നും പക്ഷെ അതിന്റെ ശേഷം എനിക്കൊന്ന് അതിന്റെ ശേഷം ഇവര് അല്ലെങ്കിൽ ഈ പറയുന്ന നടന്ന പത്രക്കാരോട് പറഞ്ഞത് കർശനമായ ഒരു സംഘടന ലംഘനം എന്ന നിലക്കാണ്. അപ്പൊ എന്നാലും അപ്പൊ ഈ ചർച്ചകളൊന്നും അവർക്ക് അത് വേണ്ട രീതിയിൽ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവര് എന്താണല്ല ഒരു ഇങ്ങനെയൊന്നും കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ മുക്കോട്ടിന്റെ പത്രക്കാരോടുള്ള അവിടെയാണ് ശരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിലപാട്. അവരപ്പോഴും എന്തില്ല കീഴടങ്ങാനോ അല്ലെങ്കിൽ തയ്യാറല്ല. അവരോടൊക്കെ ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരൂല. അവരുടെ വിഷയം എന്താണ്? അവർക്ക് അവരുടെ വിഷയം അങ്ങനെ ഇപ്പോ ഈ ചർച്ചകളൊക്കെ നടക്കുകൊണ്ട് നമുക്ക് എന്താവില്ല പുറത്ത് പറയാന് അത് ചെറിയ പ്രയാസം ഉണ്ട്. അവരുടെ ലക്ഷ്യം എല്ലാവർക്കും വ്യക്തമാണ്, അറിയാവുന്നതാണ്. ഇപ്പൊ ഉമർ ഫൈസിനെ ഒഴിവാക്കുക എന്നുള്ളത് അവർ എടുത്തു പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുപ്രഭാതമായ വിഷയം അതൊക്കെ ലക്ഷ്യം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അവരെ അതിനെ ഒന്ന് ഇടിച്ചു താഴ്ത്ത അതിന്റെ അവർക്കുള്ള ഒരു വിവരങ്ങളെ പോലെ തന്നെയാണ് സുപ്രഭാതം. നമ്മൾ രണ്ടും മികച്ചു നിൽക്കണം. അപ്പൊ അതിന് കുറച്ച് എന്ത് ചെയ്യണം, ഒരു കുറവ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യമാണ്. കളിക്കുന്ന ഉറപ്പല്ലേ നേതൃത്വത്തിലുള്ള ആളുകൾ അതിന്റെ പിന്നിലുണ്ട്. നമ്മൾ നേരത്തെ പറയുന്നതാണ് ഈ തിരശ്ശീലക്ക് ബാക്കിലുള്ള ആളുകൾ അവര് ഇതിന്റെ ബാക്കിൽ അന്നും കളിക്കുന്നുണ്ട്, എന്നും അത് അവർ ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്. ബുധനാഴ്ച നടക്കുന്ന മുഷാവറ വളരെ നിർണായകമാണ്. അതില് ഉസ്താദുമാര് ഉചിതമായ തീരുമാനങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്നിച്ചു പോയി നിലക്ക് മുന്നോട്ട് പോയി സമസ്ത ഉൾക്കൊള്ളുന്ന ആദർശമായി നിലനിൽക്കുകയും സമുദായ ഐക്യം ആഗ്രഹിക്കുന്നത്. നമ്മളാരും ഇപ്പൊ വിഷയത്തിൽ ലീഗിനെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു പ്രസ്ഥാനത്തെ രാഷ്ട്രീയമായിട്ട് നമ്മൾ അംഗീകരിക്കണം. 100% ആളുകളും ലീഗ് നിലനിൽക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കണം.
ഇപ്പൊ ഈ പറയുന്ന ഈ ചർച്ചകളൊക്കെ വരുന്നത് ഈ ഹമീദ് ഫൈസി ഇങ്ങനെയുള്ള ആളുകളെ എപ്പോഴും ഒരു ചാപ്പകുത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ചാപ്പ. സത്യത്തിൽ അവരൊക്കെ കൃത്യമായി ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഹമീദ് ഫൈസിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ ഉണ്ട് വാറയുടെ അവരൊക്കെ കൃത്യമായി പറഞ്ഞു ഞങ്ങളെ നിലപാട് രാഷ്ട്രീയ നിലപാട് എന്താണെന്നുള്ളതാണ്. അപ്പൊ അവരെ നിലപാടൊക്കെ വ്യക്തമാക്കിയിട്ടും പിന്നെ ഇവരെന്തിനാണ് അവരെ നിങ്ങൾ അതിനെ എന്ന് പറഞ്ഞ് നിങ്ങൾ ലീഗല്ല നിങ്ങൾ ആ കമ്മ്യൂണിസം തന്നെയാണ് പറഞ്ഞിട്ട് അവര് അല്ലാന്ന് പറയുന്നത് അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നത് വെറുതെ അത് ചാപ്പ കുത്തി എന്തിനാണ് പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്താ? എല്ലാരും കൂടെ ഒരുമിച്ച് കൂട്ടി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും അല്ലാത്തവരൊക്കെ ഉണ്ട്. ഒരു വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അങ്ങനത്തെ ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളെ എന്തിനാണ് ഈ ചാപ്പ കുത്തി അവരെ മാറ്റി നിർത്തി നിന്നൊക്കെ എല്ലാത്തും ഒഴിവാക്കണം അവരെ എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും